ഇതിനുള്ള എവിഡൻസ് തരാം. ഈ പൈസ കിട്ടാത്തൊരു കേസിൽ അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളിൽ എനിക്ക് 100 പേരെ വിളിച്ച് തരാൻ പറ്റും. പക്ഷെ ഈ വീട്ടിൽ എന്തായി പോകും? ഞാൻ വേണമെങ്കിൽ വേറൊരു പുള്ളിക്കാരന് പറ്റിയത് എന്റെ ഒരു വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ട്. എന്റെ കൂട്ടുകാരൻ പറഞ്ഞതാണ്, അവന്റെ കൂടെ കളിച്ച പുള്ളിക്ക് പറ്റിയൊരു അനുഭവമാണ്. ഞാൻ വോയിസ് ക്ലിപ്പ് എങ്കിൽ കേൾപ്പിച്ചു തരാം. നമസ്കാരം. മഴവിൽ മനോരമയിലെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധയുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ഒരു മത്സരാർത്ഥിക്കുണ്ടായ അനുഭവമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഉടനീളം പരിപാടി അവതരിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ലഭിച്ചില്ല. കൃത്യമായിട്ട് പേയ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരതിന് കൃത്യമായിട്ടുള്ള മറുപടി പോലും നൽകുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് തനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കേട്ടത്. മഴവിൽ മനോരമയിലെ ഈ ഷോയുടെ പ്രത്യേകത നിരവധി ആളുകളെ ഈ ഒരു ഷോയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളിലേക്ക് പോലും ഈ ഒരു ഷോയുടെ സ്വാധീനമുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇതിലെ ആങ്കർ എന്ന് പറയുന്നത് പ്രേക്ഷക പിന്തുണയുള്ള നിരവധി ആരാധകരുള്ള കാർത്തിക് സൂര്യയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഷോയെക്കുറിച്ച് ഇതിലെ മത്സരാർത്ഥി തന്നെ പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം. ഇപ്പം അവിടെ സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേനെ, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി 7 മാസമാകുന്നു. അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ ചിലപ്പോൾ നമുക്ക് ഒരു കുട്ട ഒരു പേപ്പർ തരും, എഗ്രിമെന്റ് എന്നുള്ള സാധനം ഉണ്ടോ അതും തരുവര്. അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ്. ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് 3 മാസം 90 ദിവസം ഇതിനകം പൈസ കിട്ടണം. നമ്മുടെ എഗ്രിമെന്റ്. അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു 4 മാസ കാലയളവ് 120 ദിവസം എടുത്തു. ഇപ്പോഴേ ആ 120 കഴിഞ്ഞ് 150 കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ. ഒരു 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് 115,000 രണ്ട് തവണ കളിച്ചില്ലേ, 2 തവണ 15 വെച്ച് കിട്ടി. മൊത്തം 30,000 രൂപ വെച്ച് ഏകദേശം 7 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റിപ്പായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവിടെ കളിച്ചിട്ടുള്ളിൽ ഒരു 15 പേരൊക്കെ പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ആളുകളെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നേ ഉള്ളൂ, ആർക്കും കിട്ടുന്നില്ല, കൈ കിട്ടുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കോമഡി. ഇദ്ദേഹം പറഞ്ഞു വരുന്നത്, ഇദ്ദേഹം അവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഷോയുടെ ഒരു നിയമപ്രകാരം 90 ദിവസത്തിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് നൽകണമെന്നാണ്. എന്നാൽ 90, 120, 150 ദിവസവും കഴിഞ്ഞിട്ടും അതിൻ്റെ പേയ്മെൻറ്റ് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ലഭിച്ചു, എന്നാൽ ഇനിയും ഒരു 30,000 അടുത്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അതിപ്പോഴും ഷോ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ഇദ്ദേഹം വിചാരിച്ചത് ഇദ്ദേഹത്തിന് മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്നാണ്. എന്നാൽ കൂടെയുള്ളവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പകുതി മുക്കാൽ ആളുകൾക്കും ഇതേ അനുഭവമാണ്. പക്ഷെ ആരും തന്നെ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ബാക്കി ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം. നമ്മളന്ന് പോയില്ലേ ഒരു ചിരി ബമ്പർ ചിരിയില്, ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല. പേയ്മെന്റ് വരാത്തത് പോട്ടെ, 10 ദിവസം അവിടെ ജയില് പോലെ നിർത്തിയിട്ട് ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ മാഷ 10 ദിവസം ലീവ് എടുത്തതിന്റെ പേരിൽ പുള്ളിക്ക് പണിഷ്മെന്റ് ഹാറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയ അവസാനം ഈ ഒറ്റ ഇതിന് വേണ്ടി. കാരണം കലനെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കുറെ പേര്. അപ്പൊ ഇവര് ചിരിക്കാതിരിക്കുക അതൊന്നും നമ്മളുടെ ഇതല്ല. ഒരു 5,000 രൂപ 5,000 രൂപ അത്രയും പാവപ്പെട്ടവരും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇതുപോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് 10 ദിവസം അവിടെ നിർത്തി. ഭയങ്കര മോശമാണ് ചെയ്തത്. ഓരോരുത്തരുടെ വയറ്റിപ്പഴപ്പല്ലേ, ജോലി ഒക്കെ കളഞ്ഞ് 10 ദിവസം അവരുടെ കൂടെ നിൽക്കാണ്. അതിനുള്ളത് ഇവര് ചെയ്യുന്നുണ്ടോ? പലരും ആർട്ടിസ്റ്റ് ആവുക അല്ലെങ്കിൽ ഫേമസ് ആവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ അവരുടെ കലയെ ചൂഷണം ചെയ്തുകൊണ്ട് കൃത്യമായ പേയ്മെൻറ്റും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ദാരുണമാണ്. പലരുടെയും അവസ്ഥ വളരെ ദാരുണമായിട്ടുള്ള കൂലിപ്പണി ചെയ്ത് ഇന്ന ആളുകളുണ്ട്, ചെറിയ ജോലി ചെയ്ത് വരുന്നവരുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് അവരുടെ സമയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഷോയ്ക്ക് വരികയും ഒരുപാട് സമയം അവിടേക്ക് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുക എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമ്പോൾ ആളുകൾ ഫേമസ് ആവുന്നതിൻ്റെ പുറമെ തന്നെ അവർക്ക് അവരുടെ അനുസരിച്ചുള്ള കൃത്യമായ പേയ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും വരുന്നത്. പക്ഷേ ആ ഷോ ചെയ്യുന്നതോ അത് വലിയൊരു ചതിയല്ലേ? പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമൽ സാറേ ഇതിങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ
അടുത്തടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് എടാ അത് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വാ, വേറെ ഇതൊന്നും ഇല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല സാറേ, ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ്, ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞ് എനിക്കും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ട സാറേ, എനിക്ക് വേറെ പണിക്കൊക്കെ പോകണ്ടേന്ന് വെച്ച്. അവൻ പറഞ്ഞു എടാ അത് നിന്നെ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാ? യവനെ അവിടെ ഒരു ദിവസം പിടിച്ച് നിർത്തിയപ്പോഴത്തേക്ക് യവനെ ഫുഡ് കൊടുത്തതും അവിടെ താമസിപ്പിച്ചതിലും നേട്ടം യവനല്ലേ, അവർക്ക് നഷ്ടമല്ലേ എന്നാണ് പുള്ളി പറയുന്നത്. വീട്ടിൽ നിന്ന് ഇവിടെ നിന്നത് എന്റെ അടുത്ത് പറഞ്ഞ നിനക്ക് സമയത്തിന് ഫുഡ്, ഇത് ഹോട്ടൽ റൂം, ഇത് അവിടെ നിന്ന് ഇവിടെ നേരെ വണ്ടിയിൽ വരാം, അപ്പൊ നിനക്കല്ലേ നേട്ടം, നമുക്കിതിൽ എന്താ നേട്ടം? മേക്കപ്പ് ഇടാൻ വിളിച്ചില്ല, കോസ്റ്റ്യൂമിന്റെ കാര്യം നോക്കാൻ വിളിച്ചില്ല, പ്രോപ്പർട്ടി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചില്ല, ഇതിനൊന്നും വിളിച്ചില്ല. ഞാൻ അങ്ങനെ അവസാനം അവിടുത്തെ കോർഡിനേറ്ററെ കണ്ടിട്ട് ചോദിച്ചു, ചേട്ടാ എന്നെ ഇതിനൊന്നും വിളിക്കില്ല, ബാക്കി എല്ലാവരും ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് നിന്റെ വീണ്ടും മാറ്റി വെച്ചാൽ അടുത്ത ഇവിടെ ഇപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും എന്നാൽ പ്രോഗ്രാം കോർഡിനേറ്റർ കൃത്യമായിട്ട് പറഞ്ഞ ആ ഒരു ഡേറ്റ് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു 10-20 ദിവസം അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. തൻ്റെ എല്ലാ ചുറ്റുപാടുകളും മാറ്റി വെച്ചുകൊണ്ട് അവിടെ പ്രോഗ്രാമിനെത്തുകയും 10-20 ദിവസം അവിടെ തങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് പ്രോഗ്രാം മാറ്റിവെച്ചു എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിനോട് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ആ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിന് ഉണ്ടായിരുന്നു, അതുപോലും അവർ ചെയ്തില്ല എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിനോട് 2-3 തവണ ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതൊന്നും അവർ തുറന്നു പറയാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് തുറന്നു പറയാത്തത്? അതും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്, നമുക്കതും കൂടി കേട്ടു നോക്കാം. എനിക്ക് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു പൈസ കിട്ടിയോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതില് ഈ ഒരു 90% പേർക്കും ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല. ഞാൻ പലർക്കും പലർക്കും വിളിച്ചു ചോദിക്കുമ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല? പുറത്താരത്തെങ്കിലും പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോവുകയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനി ആ ചാനലിൽ ബാൻ കിട്ടും, മനോരമ പോലെ വലിയ ചാനലിൽ ബാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോൾ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം, അവർ ബാൻ ചെയ്ത് കളയാൻ ഒരു പേടി, ആൾക്കാരെ മനസ്സിൽ പേടിയുണ്ട്. ഈ പേടിയാണ് അവർ മുതലെടുക്കുന്നത്. എടാ അല്ലെ അനീഷ, ഞാൻ അമ്മ എന്തിന് പേടിക്കണം? നമ്മളെന്തിനു പേടിക്കണം? ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല, ഞാൻ ആരൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ല എന്നൊരു കമന്റ് വന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പരസ്യമായി മാപ്പ്. അപ്പോൾ പലരും ഇത് തുറന്നു പറയാൻ തയ്യാറാകാത്തത് അവരുടെ ഭാവിക്ക് തടസ്സമാകുമെന്ന് ആലോചിച്ചിട്ടാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ കുറിച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ ഇവർക്ക് തടസ്സമായിരിക്കും. ഈ കോർഡിനേറ്റേഴ്സൊക്കെ തന്നെ വളരെയധികം സ്വാധീനമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഇവരെ ബാൻ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പലർക്കും ഇതുപോലെയുള്ള മേഖലയിൽ എത്തിപ്പെടുക, ആക്ടിങ്ങിൽ എത്തുക, വളരെ ഫേമസ് ആവുക എന്നുള്ളതൊക്കെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഗ്രാമിൽ ഒരു പക്ഷേ പണം നൽകാത്തത് വലിയ പ്രശ്നമായിട്ട് പലരും കാണില്ല. എന്നാൽ ഇതൊരു വയറ്റിപ്പഴപ്പായി കാണുന്നവർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ളവരെ ദുരുപയോഗം ചെയ്യുക, അങ്ങനെയുള്ളവരെ ചൂഷണം ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഇതെല്ലാം കേട്ട പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക്